നമസ്കാരം. ഇടപ്പള്ളി പോണേക്കരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമല്ലെന്ന് പോലീസ്. കാറിലുണ്ടായിരുന്നത് ഒമാൻ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വന്നത്. 5-6 വയസ്സുള്ള പെൺകുട്ടികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായത്. ഒമാൻ സ്വദേശികൾ വാത്സല്യം കൊണ്ടാണ് കുട്ടികളെ കണ്ടപ്പോൾ മിഠായി നൽകിയത്. എന്നാൽ കുട്ടികൾ ഇത് തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വ്യക്തത വന്നതോടെ പരാതിയില്ലെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചു. ഇതോടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒമാൻ സ്വദേശികളെ വിട്ടയച്ചു. ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയ ഒമാൻ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. മിഠായി നീട്ടിയത് അപരിചിതരായതിനാൽ കുട്ടികൾ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് നിഗമനമെന്ന് കൊച്ചി സെൻട്രൽ ACP CB ടോം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്ന കുട്ടികളെ കാറിലുണ്ടായിരുന്ന 3-അംഗ സംഘം മിഠായി കാണിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ അവർ വാങ്ങാൻ കൂട്ടാക്കാത്തത് മൂലം ബലം പ്രയോഗിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പരാതി. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് കാറിലുണ്ടായിരുന്നത് എന്നായിരുന്നു പുറത്തു വന്ന വിവരം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് 3 ഒമാൻ സ്വദേശികളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് കുട്ടികൾ പറഞ്ഞ വാഹനം കണ്ടെത്തിയത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ ഒമാൻ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികളെ കണ്ടപ്പോൾ സ്നേഹം കൊണ്ട് മിഠായി നീട്ടിയതാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ അപരിചിതർ മിഠായി നീട്ടിയപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിച്ചതാകുമെന്നാണ് കരുതുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നും CB ടോം കൂട്ടിച്ചേർത്തു.